ശ്യാമ ശ്രദ്ധിച്ചോ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം CPM-ൽ നിന്ന് അസ്വാഭാവികമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ജില്ലാ കമ്മിറ്റി വിമർശിച്ചു, ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആര്യ രാജേന്ദ്രൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞ് രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടാകുന്നു. പാർട്ടി സെക്രട്ടറിയെ അണികൾ വിമർശിക്കുന്നു, സഖാക്കന്മാർ വിമർശിക്കുന്നു, അങ്ങനത്തെ വാർത്തകൾ വരുന്നു. ആലപ്പുഴയിൽ വലിയ വിഷയങ്ങളുണ്ടാകുന്നു, ഗോവിന്ദൻ മാഷിനെ വിമർശിക്കുന്നു എന്ന വാർത്തകളുണ്ടാകുന്നു. ഇന്നാണെങ്കിൽ ഇവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇട്ടുകൊടുത്തിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് DYFI ഇതാ തെരുവിലിറങ്ങാൻ പോകുന്നു നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി. അപ്പോൾ ഇവർ ഈ വാർത്തകൾ സൃഷ്ടിച്ച് മാധ്യമങ്ങളിൽ നിറയ്ക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് CPM-ന്റെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒന്ന് പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. AKG സെൻറ്ററിൻ്റെ ബേസ്മെൻറ്റ് ഓരോന്നായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. 117 കോടി രൂപയാണ് കണ്ടുകിട്ടിയിരിക്കുന്നത്. അതിൽ 29.29 കോടി രൂപ CPM-ന്റെ സ്വത്തുവകകളാണ്. ബാക്കി ഈ കരിവന്നൂറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ സ്വത്തുവകകളാണ് ബാക്കി. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കണ്ടെത്തലെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തില്ല. ഞെട്ടിക്കുന്ന കണ്ടെത്തലായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ എന്ന് പറയുന്നത്. അവർ പറയുന്നത് CPM വായ്പകളിൽ നിന്നും, കരിവന്നൂരിൽ നിന്ന് കൊടുക്കുന്ന വായ്പകളിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ജില്ലാ സെക്രട്ടറി അടക്കം വർഗീസ് അല്ലേ, എം എം വർഗീസ് അടക്കം മാസപ്പടി കൈപ്പറ്റി ലോക്കൽ കമ്മിറ്റി ഓഫീസുകളും കമ്മിറ്റി ഓഫീസുകളും പണിയാനായിട്ട് ഉപയോഗിക്കുകയാണ് എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്രയും വലിയൊരു വാർത്ത വന്നിട്ട് അത് മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവാതിരിക്കാനായിട്ട് ഇവർ ചെയ്യുന്നത് അകത്ത് തന്നെ, അതായത് CPM-ന് അകത്തിനുള്ള ആഭ്യന്തര പോര് മുഴുവൻ എടുത്ത് പുറത്തിട്ട് നാട്ടുകാർക്ക് മുമ്പിൽ അത് അണിനിരത്തുക എന്നുള്ളതാണ്. ഇനി ഇവരുടെ ടെക്നിക്കാണോ എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ആര്യ രാജേന്ദ്രൻ വിമർശിക്കുന്നു. ശ്യാമ കേട്ടിട്ടുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ജില്ലാ കമ്മിറ്റി വിമർശിക്കുന്നത്? അത് നമുക്ക് കേൾക്കാനേ സാധിക്കില്ല. ജനങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് ആണല്ലേ എന്ന് പറയുമ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു സ്ഥലത്ത് നിന്ന് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ഇതിൽ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയൊരു ആര്യ രാജേന്ദ്രനാണ്. ആര്യ രാജേന്ദ്രനെ തുടർച്ചയായിട്ട് വിമർശിക്കുന്നു. ആര്യ രാജേന്ദ്രൻ്റെ പെരുമാറ്റം ശരിയല്ല എന്ന് പറയുന്നു. ആര്യ രാജേന്ദ്രന് അന്ത്യശാസനം കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണ് വാർത്തയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ധനുഷ് പറഞ്ഞ അതിൻ്റെ ശരിയോ തെറ്റോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. വാർത്തയിൽ ഇപ്പോൾ ഏതായാലും കരുവന്നൂർ ബാങ്ക് എന്ന് പറയുന്നത് വളരെ കുഞ്ഞൊരു കോളത്തിലാണ് പത്രങ്ങളിൽ വരാറുള്ളത്. ചാനലുകളിലാണെങ്കിൽ ചിലപ്പോൾ ചില ചാനലുകളിലൊക്കെ പറ്റി എന്താ പറയുക, സ്പീഡ് ന്യൂസ്, 100 ഫാസ്റ്റ് ന്യൂസ് എന്നൊക്കെ പറയുന്ന പോലെ അതിലൊക്കെ വന്ന് പോകുന്നുണ്ട്. ഇത് ചെറിയ കാര്യമാണോ? അങ്ങനെ വെറുതെ തള്ളിക്കളയാനുള്ള സാധനം. വേറൊരു കാര്യം അതിൻ്റെ കൂടെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ട് ED കൈകാര്യം ചെയ്യുമെന്ന്. സഹികെട്ട് പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. സഹികെട്ട് പറഞ്ഞതാണ്. ED കൈകാര്യം ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ. അദ്ദേഹത്തിൻ്റെ ചില കുസൃതികളായിട്ട് കണ്ടാൽ എനിക്ക് തോന്നുന്നു ED ഗോവിന്ദൻ മാഷിനെ തട്ടി തോളി കയറ്റും ഉടനെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗോവിന്ദൻ മാഷാണ് പാർട്ടി സെക്രട്ടറി. CPM-ന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ED ഇതിൽ പ്രതിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി CPM പ്രതിയാകുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പ്രതിയാവും. പാർട്ടി പ്രതി എന്ന് പറഞ്ഞാൽ AKG സെന്ററിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പാർട്ടി സെക്രട്ടറി എല്ലാം അറസ്റ്റ് ചെയ്യാൻ പറ്റും. പാർട്ടി സെക്രട്ടറി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സ്റ്റേറ്റുവൈഡായിട്ടുള്ള സ്വത്തുവകകൾ പാർട്ടി സെക്രട്ടറിയുടെ പേരിലാണ് ഉള്ളത്. ജില്ലയിലാകുമ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണ് വരിക. ഇപ്പൊ തൃശ്ശൂരത്തെ കാര്യത്തിൽ തൃശ്ശൂർ MM വർഗീസ് പ്രതിയാകുന്നത്, MM വർഗീസ് പാർട്ടിയിലെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പുറത്താശ്ശേരി എന്ന് തോന്നുന്നല്ലേ, അവിടുത്തെ പുറത്തുശ്ശേരി അവിടുത്തെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് MM വർഗീസിന്റെ പേരിലാണ്. സ്വാഭാവികമായിട്ടും MM വർഗീസ് പ്രതിയാകും. ഇവര് വിഹിതം വാങ്ങി, അതാണെന്ന് ആലോചിക്കേണ്ടത്. വ്യാജ വായ്പ അനുവദിച്ചു കൊടുത്തു. അതായത് അംഗങ്ങളല്ലാത്തവർക്ക് പോലും വായ്പ അനുവദിച്ചു കൊടുത്തു. വായ്പ അനുവദിച്ചു കൊടുത്ത ശേഷം ആ വായ്പ അനുവദിച്ചു കൊടുക്കുന്നതിൽ വിഹിതം വാങ്ങുക. അതായത് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, എത്തി നോക്കുന്നവന്റെ ചന്തിയിൽ ഏണി ചാരി വെച്ച് നോക്കുന്നവനെന്ന്. ഇത് 2011, അതായത് ഉന്നത സമിതിയെ നിയോഗിച്ചായിരുന്നു ഇതിൽ ആദ്യഘട്ടത്തിൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റൊക്കെ വരുന്നതിന് മുമ്പ് ഇരിങ്ങാലക്കുട പോലീസ് ഇക്കാര്യത്തിൽ കേസിന്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് ഉന്നതതല സമിതിയെ നിയോഗിച്ച സമയത്ത് 2011 ആരംഭിച്ചതായി തട്ടിപ്പ്. 2011-2012 സാമ്പത്തിക വർഷത്തിൽ ആരംഭിച്ച തട്ടിപ്പാണ്. അതായത് 10 കൊല്ലം, ഒരു ദശാബ്ദത്തിലധികം പഴക്കമുണ്ട് ഈ തട്ടിപ്പിന്. 300 കോടിയിലധികം രൂപ ഇവർ തട്ടിയെടുത്തു. ഇവരുടെ തന്നെ സമിതിയുടെ അന്വേഷണത്തിൽ 219 കോടിയുടെ തട്ടിപ്പാണ് കണ്ടുപിടിച്ചത്. 219 കോടിയുടെ തട്ടിപ്പ് ഇവർ കണ്ടുപിടിച്ചു. അത് ആഭ്യന്തരമായിട്ട് ഇവർ നടത്തിയ കണ്ടെത്തൽ. അത് കഴിഞ്ഞിട്ട് ED വന്നപ്പോഴത്തേക്ക് അതുകൊണ്ട് 300 കോടി ഈ കള്ളന്മാർ അന്വേഷിച്ചപ്പോൾ 219 കോടി. ED വന്നപ്പോഴത്തേക്ക് 300-ന്റെ മേളിൽ പോയി. ഇനി ED അന്വേഷിച്ചോണ്ടിരിക്കുക. ഇത് ഓരോ ദിവസവും ഓരോ ബാങ്കിന്റെ അക്കൗണ്ടുകളാണ് ഇവർ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. MM വർഗീസിന്റെ അറ്റാച്ച് ചെയ്തു,
പിന്നെ സതീഷ് കുമാർ, കിരൺ PP, അരവിന്ദാക്ഷൻ, ജിൽസ്, എല്ലാ കള്ളന്മാരെയും പിടിച്ചിട്ടുണ്ട്. ഇവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനധികൃത വായ്പകളുടെ ഗുണഭോക്താക്കളാണ്. അതായത് അനധികൃതമായി ഈ ടീംസിന് പൈസ അനുവദിച്ചു കൊടുത്തു. അത് അനുവദിച്ചു കൊടുക്കുന്നത് ഇല്ലാത്തവനല്ല, ഉള്ളവനാണ്. നല്ല സാമ്പത്തികമുള്ളവന്, ഭദ്രത ഉള്ളവന്റെ വീട് പണിയാനും പെങ്ങളെ കല്യാണം നടത്താനും മക്കളുടെ കല്യാണം നടത്താനും ആഡംബര കാർ എടുക്കാനും ഹോട്ടൽ പണിയാനും ഒക്കെയാണ് വായ്പ അനുവദിച്ചു കൊടുക്കുന്നത്. അപ്പൊ കരുവന്നൂർ ബാങ്കിൽ തുക നിക്ഷേപിച്ച് ആ തുകയുടെ പലിശയടക്കം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കിടക്കുന്ന ആൾക്കാർ അവിടെ മരിച്ചു വീഴുകയാണ്. അങ്ങനെ മരിച്ചു വീണ ഒരാളുടെ വീട്ടിൽ മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് സുരേഷ് ഗോപി അവിടെ ഓടിയെത്തിയത്. എന്നിട്ടാണ് അവിടെ പദയാത്ര നടത്തിയത്. അത് വിഷയമൊക്കെ നമ്മൾ ആലോചിക്കാതെ വിടാൻ പറ്റില്ല. കാരണം അവർക്ക് നീതി കിട്ടണം. അതിൽ 117 കോടിയോളം രൂപ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ട് കെട്ടുന്നു എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊരു വാർത്തയല്ല എന്ന് പറഞ്ഞ് അവർ പോകുന്നത് DYFI നീറ്റിന്റെ മറ്റേ ഇതുണ്ടല്ലോ, നീറ്റിൽ ഇപ്പൊ സമരം ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നതിന്റെ പുറകെയാണ് പോകുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്ത് തരം മാധ്യമ പ്രവർത്തനമാണ്. ഇത് വലിയൊരു എന്താ പറയുക, ഒന്നുകിൽ ഇവർക്ക് സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ഇവിടുത്തെ പല മാധ്യമപ്രവർത്തകർക്കും സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, എന്തുകൊണ്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളൊന്നും ഇവർ ചർച്ച ചെയ്യുന്നില്ല. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യുന്നില്ല. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. അവരുടെ ഉന്നതതല സമിതിയുടെ അന്വേഷണത്തിൽ കണ്ടുപിടിച്ചൊരു സാധനം, മറ്റൊരു കാര്യമുണ്ട്. പിന്നെ ക്രമരഹിതമായി വായ്പ അനുവദിച്ചിട്ട് ചിട്ടി ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങിയതിൽ തട്ടിപ്പ് നടത്തി. സൂപ്പർ മാർക്കറ്റിലെ സാധനം എന്തുവാ, അരി, വെളിച്ചെണ്ണ, ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിയതിൽ വരെ അവിടെ തട്ടിപ്പ് നടത്തി. അത്രയും വലിയ എന്താ, അവിടെ നിന്ന് അങ്ങോട്ട് കയറുന്ന മിക്കവാറും ചവിട്ട് പായ്ക്ക് വരെ ഇവന്മാർ തട്ടിപ്പ് നടത്തി കാണും. ചവിട്ടിയ പായ്ക്ക് വരെ ഇവന്മാർ തട്ടിപ്പെടുന്നത്. ഒന്നാലോചിക്കണം, അവിടെ വെച്ച വസ്തുവിന്റെ പ്രമാണം എടുത്തുകൊണ്ട് പോയി വീണ്ടും പണയം വെച്ചു. എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരേ ആൾക്ക് തന്നെ മൂന്ന് തവണ വായ്പ അനുവദിച്ചു ഒരേ കാര്യത്തിൽ. ഇങ്ങനെയുള്ള വലിയ തട്ടുകൾ. ഇതിനകത്ത് അവിടുത്തെ ഒരു വി സുരേഷ് എന്ന് പറയുന്നത് അവിടുത്തെ CPM-ന്റെ മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ MV സുരേഷ് ഇക്കാര്യത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് ഇതിൻ്റെ സാക്ഷിയാണ് ഈ കേസിൻ്റെ. ഒന്ന് ആലോചിച്ച്, CPM ജില്ലാ കമ്മിറ്റിയുടെ അനുവാദത്തോടെയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ അനുവാദത്തോട്, ജില്ലാ കമ്മിറ്റി അനുവാദം നൽകാതെ എങ്ങനെ ജില്ലാ കമ്മിറ്റിയുടെ അണ്ടറിൽ കിടക്കുന്ന ഒരു സഹകരണ ഭരണസമിതി ആരാണ്? വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് CPM ഭരിക്കുന്ന ഭരണസമിതിയാണ് അവിടെ ഭരണസമിതി CPM ആണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ എന്തിനാണ് ഈ സഹകരണ സ്ഥാപനങ്ങൾ, എൻ്റെ വിദ്യാഭ്യാസ സമയത്താണ് കേട്ടോ, ഈ വിദ്യാഭ്യാസ സമയത്തൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം കളിക്കുന്ന സമയത്ത് ഈ സഹകരണ ബാങ്കുകളിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ ഈ എന്താ പറയുക, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിനേക്കാൾ വാശിയാണ് ഇത് പിടിച്ചെടുക്കാൻ. വാശി എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-ന്റെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തല്ലോ, അതായത് നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യം എന്താണ്? നരേന്ദ്രമോദി പ്രതിയോഗികളെ തകർക്കുന്നത് അവരുടെ സാമ്പത്തിക സ്രോതസ് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ്. CPM-ന്റെ നട്ടല് സാമ്പത്തിക സ്രോതസ്, CPM-ന്റെ ഫിലാഡൽഫി കോറിഡോർ എന്ന് പറയുന്നത് CPM-ന് വെള്ളവും വളവും കിട്ടുന്നത് സഹകരണ ബാങ്കിൽ നിന്നാണ്. സഹകരണ ബാങ്കിനെ തൊട്ട് കഴിഞ്ഞാൽ CPM അടപടലം പൂട്ടിപ്പോകുന്നുള്ളതുകൊണ്ടല്ലേ അതിന്റെ വെപ്രാളമാണ് ഇതിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു വന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശ്രദ്ധിച്ചോണം, അരയും തലയും മുറുകി ഇറങ്ങി കൊടുത്ത നേതാക്കന്മാർ. അത് പാർട്ടിയുള്ള ആത്മാർത്ഥതയല്ല. എങ്ങനെയും രാത്രി ഉറക്കമൊന്നുമില്ല ഇവർക്ക്. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇവർ രാത്രിയിലൊക്കെ ഈ നേതാക്കന്മാർ എന്താ പറയുക, ആൾക്കാരെ വീടുകളിൽ പോയി കാണുന്നു. ഇതൊന്നും എന്താ പറയുക, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും ഇവർക്ക് ഇത്ര താല്പര്യമില്ല. അവിടുത്തെ MLA തെരഞ്ഞെടുപ്പിൽ താല്പര്യമില്ല. സഹകരണ ബാങ്ക് അത് മാത്രമല്ല, സഹകരണ കിട്ടാനായിട്ട് ഇവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്, അറിയാമോ? അത് പഠിക്കുന്ന CPM-കാരുണ്ട്. എലിയേത് മലയേതെന്ന് അറിഞ്ഞുകൂടാത്ത CPM-കാരൻ അത് പഠിച്ച് സഹകരണ ബാങ്കിൽ ജോലിക്ക് കയറും. ഈ സഹകരണ ബാങ്കിൽ ജോലിക്ക് കയറിയ CPM-കാരന്മാര് ഇപ്പോ പിൻവാതിൽ നിയമനം വഴി കേരള ബാങ്കിൽ ജോലിക്ക് കയറി മാസം ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. ഈ സഹകരണ ബാങ്കിലെ ജീവനക്കാരുടെ അത് വെച്ച് വീട് പണിത ആൾക്കാരുണ്ട്. സീരിയസ് ആയിട്ട് കളിയല്ല കാര്യം. ഈ സഹകരണ ബാങ്കിലെ ജീവനക്കാരുടെ ഒരു കണക്കെടുക്കണം. എല്ലാം ഒന്നുകിൽ പാർട്ടി സെക്രട്ടറിയുടെ വൈഫ്, അതായത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വൈഫ്, അല്ലെ ഏതെങ്കിലും DYFI നേതാവ്, അതും അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയാ ഈ നേതാവിന്റെ അളിയൻ, മച്ചമ്പി, കുഞ്ഞമ്മ, കൊച്ചച്ചൻ, സകല ടീമുകളെ ഇതിനകത്ത് കൊണ്ടുവന്ന് കയറ്റിയിട്ടുണ്ട് സഹകരണ ബാങ്കിൽ. ഇത് സാധാരണക്കാരന് ലഭിക്കേണ്ട ജോലിയാണ് ഇങ്ങനെ തട്ടിയെടുക്കുന്നത്. തട്ടിയെടുത്ത് ഇവർ അതിനകത്ത് സുഭിക്ഷമായിട്ട് ഇങ്ങനെ കയറിയിരിക്കുക. പിന്നെ ഇതുപോലുള്ള തട്ടിപ്പുകളും ക്രമക്കേടുകളും പറഞ്ഞെന്താ പറയുക, സഹകരണ ബാങ്ക് PSC-ക്ക് വിടണമെന്നാണ് പറഞ്ഞത്. PSC-ക്ക് വിടണോ? അപ്പം
കൊണ്ടിളവി കാക്കക്കൂട്ടി കല്ലിട്ട പോലെയായിരുന്നു ബഹളം ഇവിടെ കിടന്നുകൊണ്ട്. ഈ നോട്ട് നിരോധനത്തിന്റെ സമയത്തും ഷ്യാം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലായില്ല. നോട്ട് നിരോധനം കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ബഹളം വെച്ചത് സഹകരണ ബാങ്ക് മേഖലയിലുള്ള ജീവനക്കാരും തോമസ് ഐസക്കുമാണ്. തോമസ് ഐസക്കാണ് ഏറ്റവും കൂടുതൽ ബഹളം വെച്ചത്. സഹകരണ ബാങ്ക് മേഖലയിൽ ജീവനക്കാരാണ്. നോട്ട് നിരോധനം ഇവരോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ? പറഞ്ഞില്ല എന്ന് പറഞ്ഞു അതിഭീകരമായിട്ട് ബഹളം വെച്ചു. ബഹളം വെച്ചിട്ട് ഇവരുടെ ബഹളം വച്ചതിന്റെ ഫലമായിട്ട് കേന്ദ്ര സർക്കാരിന് പോലും എന്ത് ചെയ്യേണ്ടി വന്നു അറിയാമോ? നോട്ട് പുതുക്കിയെടുക്കാനുള്ള ഡേറ്റ് നീട്ടിക്കൊടുക്കേണ്ടി വന്നു. അങ്ങനെ നീട്ടിക്കൊടുക്കേണ്ടി വന്നു. അത്രയ്ക്ക് തുകയാണ് ഇവര്. നമുക്ക് ഈ വാർത്തയിലേക്ക് ഇനി തിരിച്ചു വരാം. വാർത്തകൾ മൂടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അത് പല കാലഘട്ടങ്ങളിലും CPM ഉപയോഗിച്ചിട്ടുണ്ട്. CPM ആണ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അതായത് വാർത്തകളെ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പല വിഷയങ്ങൾ ഏത് സമയത്ത് പാർട്ടി പ്രതിരോധത്തിലായാലും ആ സമയത്ത് ഒന്നുകിൽ ആരെങ്കിലും തട്ടിക്കളയും, ഒന്നുകിൽ ആരെങ്കിലും തട്ടുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ തട്ടാൻ പറ്റില്ല. ഇപ്പൊ തട്ടിക്കഴിഞ്ഞാൽ കേരള പോലീസിന് പുറമെ NIA ഓടി പാർട്ടി മൊത്തം തട്ടിക്കളയാൻ പറ്റൂല. എന്തെങ്കിലുമൊക്കെ ഉടായ്പകൾ തട്ടിക്കൂട്ടി. ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ആര്യ രാജേന്ദ്രനെ ഇത്ര എടുത്തിട്ട് പൊരിക്കാനുള്ള കാരണം ഡെയിലി എന്താ പറയുക, ആര്യ രാജേന്ദ്രനെ പൊരിച്ച് ആര്യ രാജേന്ദ്രൻ ഒരു വലിയ ഇമേജ് ആണ്. എങ്ങനെ ഒരു വാർത്താ ഫിഗറാണ്. അതായത് നല്ല കാര്യത്തിലല്ല, കല്ലെറിയാൻ പറ്റിയ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കയ്യിലിരിപ്പ് നല്ല രീതിയിലുണ്ട്, കയ്യിലിരിപ്പ് കൊണ്ട് നല്ല രീതിയിൽ മേടിക്കുന്നുണ്ട്. അപ്പൊ ഇവര് നോക്കുമ്പോൾ നല്ലൊരു നല്ലൊരു ഒബ്ജക്റ്റ് ആണ്. കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാർത്താ മാധ്യമങ്ങളെല്ലാം ഇവരുടെ പുറകെ പൊക്കോളും. പിന്നെ ഒരു ഓൺലൈൻ മീഡിയ അവർ നോക്കത്തില്ല. എല്ലാവർക്കും ആര്യ മതി. ആര്യ രാജേന്ദ്രൻ അത് പറഞ്ഞു. അത് യദുവിന്റെ വിഷയത്തിലാണ് CPM കൂടുതൽ മനസ്സിലാക്കിയത്. കാരണം യദുവിന്റെ വിഷയം വന്നപ്പോൾ ആര്യയുടെ റീച്ച് കണ്ട് CPM ഞെട്ടിപ്പോയി. CPM വിചാരിച്ച ഏറ്റവും വലിയ ശത്രു ഉള്ളത് പിണറായിക്കാണ്. പിണറായിക്ക് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. ആര്യ ഒന്നാമത് ഫസ്റ്റ് കയറി പൊക്കോണ്ടിരിക്കുവായിരുന്നു. ആര്യയെ ഒന്നുകൂടെ ഒന്ന് പൊരിച്ചു കഴിഞ്ഞാൽ മാധ്യമങ്ങളെ പുറകെ പോകുമെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടുള്ള പല വിമർശനങ്ങളും ഉണ്ടാകുമ്പോൾ ഞാൻ പോലും വിചാരിച്ചത് എന്ത് പറ്റുന്നു. പിന്നീടാണ് നമുക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ വാർത്തകൾ ചർച്ച ചെയ്യാൻ പാടില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രമുഖ മാധ്യമം ഇത് ചർച്ചയായിട്ട് എനിക്ക് ഇതുവരെ അറിവില്ല. ഇവർ ചർച്ച ചെയ്തില്ല. ചർച്ച ചെയ്തത് എന്താണെന്നറിയാമോ? ഇവർക്ക് വ്യൂവർഷിപ്പ് നോക്കുന്നു, വ്യൂവർഷിപ്പ് ടാം റേറ്റിംഗ് നോക്കുന്നു. പിന്നെ ഇതിലെ ശിങ്കിടികളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ പലരും AKG സെന്ററിന്റെ അടിമകളാണ്. AKG സെന്ററിന്റെ അടിമകളാണ്. AKG സെന്ററിൽ നിൽക്കുന്ന ചോദ്യം ചോദിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? AKG സെന്ററിൽ നിന്ന് നട്ടല്ലോടെ ചോദ്യം ചോദിക്കുന്ന ഏത് മാധ്യമപ്രവർത്തകനെ ധനുഷ് കണ്ടിട്ടുണ്ട്? ധനുഷ് കുറെ കാലം ഇതിനകത്തിരുന്നല്ലോ. പോകുന്ന മാധ്യമപ്രവർത്തകർ മുഴുവൻ പാർട്ടി പ്രവർത്തകരല്ലേ? പാർട്ടി പ്രവർത്തകരെ വിടൂ. അങ്ങനെയുള്ളവർ ഇവിടത്തുള്ളൂ. CPM ബീറ്റ് നോക്കുന്നവരെ അത്രേ വിടൂ. CPM ബീറ്റ് നോക്കുന്നവൻ പാർട്ടിയിൽ പ്രവർത്തിച്ചവനായിരിക്കും, അവിടെ നിന്ന് ജേർണലിസം പഠിച്ച് അവിടെ നിന്ന് വന്നവനായിരിക്കും. അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കാത്ത ഭാഗ്യം. കയ്യൊക്കെ കെട്ടിച്ചള പാർട്ടി സമ്മേളനമൊക്കെ നടക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തെ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ ആദ്യത്തെ ദിവസം പിന്നെ ഉദ്ഘാടന പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഈ പിന്നെ പതാക ഉയർത്തുന്ന ഒരു പരിപാടിയുണ്ട്. ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പ് പാർട്ടി മാധ്യമപ്രവർത്തകരൊക്കെ ശ്രദ്ധിച്ചോണം. ഈ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നവരും ഇവരൊക്കെ കൈ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു കളയും. അങ്ങനെയുള്ള സഹാക്കളുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് വിടാതെ പോയൊരു കാര്യമുണ്ട്, അതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. നമ്മുടെ ഗോവിന്ദൻ മാഷ് ED കൈകാര്യം ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, നമ്മുടെ കുസൃതി കുട്ടൻ. അത് കാര്യമാക്കേണ്ട. പുള്ളി ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള മനുഷ്യനൊന്നുമല്ല. പുള്ളിക്ക് കറപ്റ്റഡ് ആയിട്ടുള്ള മനുഷ്യനല്ലെങ്കിലും ഈ കറപ്റ്റഡ് ആയിട്ടുള്ള എല്ലാവരും കൂടെ ഈ CPM പ്രതിപട്ടികയെ ചേർത്തത് കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ആയതുകൊണ്ട് പുള്ളിയെ പിടിച്ചോണ്ട് പോയി എന്ത് ചെയ്യും? ആരുത്തരം പറയും. ഒരു കാര്യമുണ്ട്. ഒന്നീ ED പോയിട്ട് ബൗദ്ധികമായി കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഇദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി കിട്ടണമെങ്കിൽ, മറുപടി EDക്ക് മനസ്സിലാകണമെങ്കിൽ ED ഒന്നുകിൽ ഇദ്ദേഹത്തിന്റെ തലത്തിൽ കയറണം, അല്ലെങ്കിൽ EDയുടെ തലത്തിലേക്ക് ഇദ്ദേഹം മാറണം. ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല. പക്ഷേ അതിലൊരു മാന്യത കാണിച്ചിട്ടുണ്ട്. കൈകാര്യം ചെയ്യുമെന്ന് പറയുമ്പോഴും നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ നമ്മുടെ ബിനീഷ് കൊടിയേരിയുടെ വീട്ടില് ബിനീഷ് കൊടിയേരി പിടിച്ചോണ്ട് പോയ സമയത്ത് വീട്ടിലോട്ട് നമ്മുടെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ റെയ്ഡിന് വന്ന സമയത്ത് ബിനീഷ് കൊടിയേരിയുടെ വീട്ടില് കൊടിയേരി അവര് എന്ന് പറഞ്ഞാൽ റെയ്ഡ് നടക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്താർക്കും പോകാൻ അനുവാദമില്ലല്ലോ. അപ്പോൾ ബാലാവകാശ കമ്മീഷൻ അവിടെ ഓടിയെത്തി. ബിനീഷ് കൊടിയേരിയുടെ ഫുഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഓടിയെത്തി. എന്നിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തിറങ്ങിയപ്പോൾ കേരള പോലീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ
വാർത്താ മാധ്യമങ്ങളുടെയൊക്കെ ഒരു ആവേശം കാണണം. ഇതാ നിർണായക നീക്കമൊന്നു പോലീസിന്റെ എന്തിന്റെ കൈ തടഞ്ഞു നിർത്തുന്നു. കേരള പോലീസ് ഇപ്പൊ കേരള പോലീസ് ആണെങ്കിൽ അവിടെ നിന്ന് അടുത്തു പോലും പോകാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ കേരള പോലീസ് അടുത്തോട്ട് പോവുകയാണ്. അവിടെ അടുത്തോട്ട് പോകുമ്പോൾ ഗ്ലാസ് പോലും താത്തി കൊടുത്തില്ല. സഞ്ജു സല്യൂട്ട് അടിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. അവരാ വണ്ടിയാണ് തടഞ്ഞിട്ട് അങ്ങ് ഡൽഹിക്ക് ചെല്ലേണ്ടി വരും അവന്മാർ ഇവിടുത്തെ ഈ വെട്ടാവട്ടത്ത് കിടന്ന് വട്ടം കറങ്ങുന്ന പരിപാടിയല്ല ഇത്. ഇത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. മൂന്നാമത്തെ മോദി സർക്കാർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫയർഫുൾ ആണ് എന്ന് തെളിയിക്കുന്ന ഒരു നീക്കം കൂടെയാണ് ഇത്. കാരണം കെജ്രിവാളിന്റെ മൂക്കിന്റെ തുമ്പത്ത് കിടക്കുന്ന കെജ്രിവാളിന്റെ CBI കസ്റ്റഡി 14 ദിവസം നീട്ടിയേക്കുക. അപ്പോഴാണ് ഒരു പിണറായി വിജയൻ ഒരു കെജ്രിവാളിന്റെ തൊട്ടിട്ട് ഇവിടെ പിണറായി വിജയനെ പറയുമ്പോൾ പിണറായി വിജയന്റെ കയ്യിലിരിപ്പുണ്ട്. ഗോവിന്ദ മാഷ് കറപ്റ്റഡ് അല്ല. ഗോവിന്ദ മാഷ് എന്ന് പറയുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന ഒരു എന്താ പറയാ പറയുന്നത് ഒരു പാർട്ടി സെക്രട്ടറി ആണ് ഞാൻ എന്ന് നാട്ടുകാർ സമ്മതിച്ചു കൊടുത്താൽ ആ ഭാവത്തിന് ഞാനൊരു ഭൗതിക ബുദ്ധിജീവിയാണ് അതെല്ലാവരും സമ്മതിച്ചു കൊടുത്താൽ പുള്ളിക്ക് ആശ്വാസം. അത് ആ രീതിയിൽ അങ്ങ് പൊക്കോളൂ. അതിനെ അങ്ങനെ അങ്ങ് വിട്ടാൽ മതി. നന്ദി.